ഹലോ ഗൈസ്, വർക്കിംഗ് മോംസിന് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ബേബിയുടെ ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത്. എനിക്കും ആദ്യം അത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ കരിയറും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ബേബിയുടെ കാര്യങ്ങളും കറക്റ്റായി നടക്കണം എന്നുള്ളപ്പോൾ ആ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ എനിക്കും കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, ബട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് പമ്പ് ചെയ്യണ മിൽക്ക് ഞാൻ ബേബിക്ക് നാളെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രസ്റ്റ് പമ്പ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബ്രസ്റ്റ് പമ്പ്. ഞാൻ പിജിയൻ ബ്രാൻഡിൻ്റെയാണ്. ഇതുപോലെ പല ബ്രാൻഡ്സിൻ്റെയും ഉണ്ട്. ഞാൻ സിംഗിൾ പമ്പാണ് യൂസ് ചെയ്യണത്, ഇലക്ട്രിക് സിംഗിൾ പമ്പാണ് യൂസ് ചെയ്യണത്. ഇതുപോലെ ഡബിൾ പമ്പായിട്ടും നമുക്ക് കിട്ടും. സോ രണ്ട് ബ്രസ്റ്റൊന്നും സെയിം ടൈം നമുക്ക് മിൽക്ക് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ റുട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂഷ്വലി ഒരു 20 മിനിറ്റ്സ് 2 to 3 ടൈംസ് എ ഡേ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് കിട്ടണ മിൽക്ക് ഞാൻ ഡയറക്റ്റ്ലി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അത് നെക്സ്റ്റ് ഡേ അമ്മ ആവശ്യത്തിനനുസരിച്ച്, ബേബിയുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് അമ്മ അത് ഫീഡിങ് ബോട്ടിലിൽ എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് കൊടുക്കും. ആ പാൽ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല. ഒരു ബോയിലിംഗ് വാട്ടറിൽ കുറച്ച് നേരം കുപ്പി ഒരു 3 to 4 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അത് റൂം ടെമ്പറേച്ചറിൽ ആയി കിട്ടും. അങ്ങനെയാണ് ഞാൻ ഫീഡ് ചെയ്യാറുള്ളത് അവന്. ബട്ട് ഫുൾ ടൈം ഇങ്ങനെയല്ല കേട്ടോ. മോർണിംഗ് അവൻ എണീച്ച് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫീഡിങ് ഞാൻ ഡയറക്റ്റ് ഫീഡിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൻ്റെ വർക്ക് കഴിഞ്ഞാലും ഞാൻ ഡയറക്റ്റ് ഫീഡിങ് ആണ് ചെയ്യാറുള്ളത്. ബട്ട് ഇൻ ബിറ്റ്വീനുള്ള വർക്കിംഗ് അവേഴ്സിൽ, കാരണം എനിക്ക് വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുകൊണ്ട്, ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പമ്പ് ചെയ്യണ മിൽക്ക് ഒരു 4 hours ആണെങ്കിൽ അത് കേടുകൂടാതെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കും. അതല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 4 ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ നമുക്ക് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇനി ഫ്രീസറിലാണ് നമ്മൾ വെക്കണതെങ്കിൽ 6 months വരെ കേടുകൂടാതെ ഇരിക്കും. ബട്ട് അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 4 ഡേയ്സിൻ്റെ ഉള്ളിൽ എൻ്റെ പാൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സൈക്കിളാണ് നമ്മൾ ഫോളോ ചെയ്യണത്. സോ ഇന്ന് പമ്പ് ചെയ്യണത് നാളേക്കായിരിക്കും ഏകദേശം സഫീഷ്യൻ്റ് ആയിരിക്കും. സോ അങ്ങനെ ഒരു റുട്ടീനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങും ചെയ്യാൻ പറ്റും, നമ്മുടെ വർക്കും ഇൻട്രപ്റ്റഡ് ആവാതെ ചെയ്യാൻ പറ്റും. ഇത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.